നമ്മളിന്ന് സന്ധ്യയെ കാണാനാണ് വന്നിരിക്കുന്നത്. സന്ധ്യയ്ക്ക് രണ്ട് കാലും കൈകളും ഇല്ല. പക്ഷെ കുറവുകളൊന്നും ഒരു കുറവുകളായിട്ട് കാണാതെ സന്ധ്യ വരയ്ക്കുന്നത് വളരെ മനോഹരങ്ങളായ ചിത്രങ്ങളാണ്. ഈ 10ാം ക്ലാസ്സുകാരി മിടുക്കിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? സന്ധ്യ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. വരയൊക്കെ എങ്ങനെ പോകുന്നു? ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ശരിക്കും അത് നന്നായിട്ട് പോകുന്നു. കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്? കുഴപ്പമില്ല, ഇടും. പറ്റുന്ന പോലെയൊക്കെ ഡെയിലി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഒക്കെ വരും. എങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെയാ ചെയ്യാറുള്ളത്? കൂടുതലും നമ്മൾ വരയ്ക്കുന്നത് ചെറിയ ചെറിയ ഞാൻ തന്നെ ചെയ്യുന്ന ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസ്, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. പിന്നെ എവിടെയെങ്കിലും ചെറിയ ചെറിയ യാത്രയൊക്കെ പോകുമ്പോൾ ആ ഒരു വീഡിയോസും കൂടി. ഈ പടങ്ങളൊക്കെ സന്ധ്യ വരച്ചതാട്ടോ. എനിക്കറിയാം എത്ര ഭംഗിയായിട്ടാ വരച്ചേക്കണേന്നറിയോ? ഇതൊക്കെ എത്ര ദിവസം എടുക്കും? ലാലേട്ടന്റെ പടം ഉണ്ട്. ലാലേട്ടന് ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് വരച്ചതാ? ഇതൊക്കെ 2-3 ദിവസം പിടിക്കും. കണ്ടോ, ഇത് ഭംഗിയായിട്ടാ വരച്ചേക്കുന്ന. 2 ദിവസം പിടിക്കും എന്നുവെച്ചാൽ ഞാനിരുന്ന് ചെയ്യുമ്പോ ഇത്തിരി താമസമായിരിക്കും. ഇതിനകത്ത് തന്നെ ഇരിക്കും അതോ എന്താ പറയാ ഇച്ചിരി ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടായിരിക്കും ചെയ്യാ? ചിലപ്പം മൈൻഡ് ഒന്ന് ഫ്രീ ആണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് വരയ്ക്കും. അത് കംപ്ലീറ്റ് ആവാതെ എണീക്കില്ല. ചിലപ്പോഴൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ നാളെ വരയ്ക്കും, പിറ്റേ ദിവസം വരയ്ക്കും. എങ്ങനെ ഈ വരയ്ക്കണം എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങിയ? കാരണം ബുദ്ധിമുട്ടാണല്ലോ വരയ്ക്കാനായിട്ടൊക്കെ. അപ്പോൾ എങ്ങനെയാ എനിക്ക് വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിൽ പവർ മനസ്സിൽ വന്നത്? അതെന്ന് വെച്ചാൽ ചെറുതിലെ ഒരു 4-5 വയസ്സായപ്പോൾ തന്നെ ഒന്നും നമുക്ക് പുറത്ത് വലുതായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം 4 വയസ്സ് തൊട്ട് LKG പോകുമായിരുന്നു. അപ്പം സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം വെറുതെ ഇരുന്ന് ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും വലുതായിട്ട് വരയ്ക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പൂവ്, ഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സീനറി പോലത്തെ വീടും ഇതൊക്കെ. പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞപ്പോൾ ഇതിനോടൊരു ഇഷ്ടം കൂടി. അങ്ങനെ കൂടി എന്നെ അമ്മ സ്കൂളിലൊക്കെ കൊണ്ടുപോകും. നമ്മുടെ സ്പെഷ്യൽ സ്കൂളുണ്ടല്ലോ, സൗത്ത് URC സ്കൂൾ, അവിടെയൊക്കെ ഓരോ മത്സരങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇതുപോലെ വരയ്ക്കുന്നതായാലും ഈ മൺപാത്രത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി തുടങ്ങി. ഇത് തന്നെ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഒരു 5ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്കും വരയ്ക്കുന്നത് അച്ഛനും അമ്മയൊക്കെ കണ്ടപ്പം അവർക്കും താല്പര്യമുണ്ട്. അല്ലാതെ നമുക്ക് വേറെ ഒരു ഡാൻസോ ഒന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. എന്നാലും ഇത് നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റൂല. അപ്പം പറഞ്ഞു കൊണ്ട് പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട്, ഞാൻ 5ാം ക്ലാസ്സിൽ വാഴമുട്ട സ്കൂളിൽ പഠിക്കുമ്പം ഇതുപോലെ കണ്ട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അത് വിഴിഞ്ഞമാണ് സ്ഥലം. സാറ് കൊണ്ടുപോയപ്പം ഒന്നും പറ്റൂലെന്നൊന്നും പറഞ്ഞില്ല, പഠിപ്പിക്കാന്ന് തന്നെയാണ് പറഞ്ഞത്. എല്ലാരെ പോലെ ഇരുത്തി തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ടൊന്നും ഇതില്ല. എല്ലാരെ പോലെ എല്ലാവർക്കും വരയ്ക്കാൻ കൊടുക്കുന്നു. എല്ലാരെ കൂട്ടത്തിൽ ഇരുന്ന് തന്നെയാണ് വരയ്ക്കുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആരും ട്രീറ്റ് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. അതായത് എന്താ പറയാ, അങ്ങ് വിട്ടേക്കുവാ അല്ലേ? അതെ, അവരൊക്കെ ഇത് തന്നെയാണ്. പിന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഇതില്ല. അതുകൊണ്ട് അവർക്കൊരു കെയർ കാര്യങ്ങളൊന്നുമില്ല. അവരങ്ങ് വിട്ടേക്കാണ് ആളെ. ഇപ്പൊ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറഞ്ഞില്ലേ? അപ്പൊ ആദ്യമൊക്കെ അമ്മയൊക്കെ പറയായിരുന്നു വേണ്ട ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാന്നുള്ള പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൈയൊക്കെ മുറിയോ എന്നുള്ളൊരു പേടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ ചെയ്തു നോക്കാം, എന്നെ കൊണ്ട് പറ്റിയാലോ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴൊന്നല്ല, മുമ്പേ ചെയ്യുമായിരുന്നു. അപ്പം ചെറിയ രീതിയിൽ ചെയ്ത് ഇപ്പൊ അതിനോടൊരു ഇഷ്ടമുണ്ട്. എനിക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ വീഡിയോയിൽ കൂടി കുറച്ചും കൂടി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആളുകളൊക്കെ കണ്ടിട്ട് എന്താ പറയാ, കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ സന്ധ്യയുടെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് അഭിപ്രായമൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ആളുകളല്ലാതെ പുറത്തുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. ഒരുപാട് ഒരു സപ്പോർട്ടുമാണ്. നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ വിളിച്ച്, അവരെ ഫാമിലിയിൽ ഒരാളെ പോലെയാണ് ഇപ്പൊ നമ്മള് എന്നെ കാണുന്നത് പോലും. എന്നുവെച്ചാൽ ചിലവരൊക്കെ ഇന്നും വിളിക്കും. അങ്ങനെ ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് അവരൊക്കെ. അവരുടെ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഇതായിട്ട് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, കുഞ്ഞിലെ മുതൽ ബുദ്ധിമുട്ടുണ്ടോ അതോ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നതാണോ? അല്ല, ഞാൻ ജനിച്ചപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ ജനിച്ചപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരും തോറും ഇതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ, ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ, അത് തനിയെ തന്നെ അങ്ങ് ഇതായി.
നമുക്ക് ഓരോന്നും പിടിക്കാനായാലും അല്ല സ്പെഷ്യലായിട്ട് അങ്ങനെ ആരും പിടിച്ച് അങ്ങനെയല്ല, തനിയെ അങ്ങ് പിടിച്ച് ഒരു പ്രായത്തിൽ ഇപ്പോൾ പെൻസിലായാലും എല്ലാം പിടിക്കാനുള്ളൊരു നമുക്ക് തന്നെ പിടിക്കാൻ പറ്റും. ഇപ്പൊ കുഞ്ഞിലാണെങ്കിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴേക്കും എന്താ പറയാ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നൊരു ഫീല് കുഞ്ഞിലെ വന്നിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഒരു ആള് +1 ആവാനിരിക്കുകയാണ് അല്ലേ, 10ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ എഴുതി മിടുക്കിയായിട്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിലെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ, നമുക്കൊരു വിഷമമൊക്കെ ഉള്ളിൽ വരുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാ തരണം ചെയ്ത് പോന്നിട്ടുള്ളത്? ആദ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ആയത്, എല്ലാവരും സാധാരണ പോലെ എനിക്ക് മാത്രം എന്തെന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓരോ പ്രോഗ്രാമുകളെ കൊണ്ട് സക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ്, പിന്നെ ഇപ്പോഴും സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്, അങ്ങനെ ഇത് ഓരോന്നിലും അമ്മ കൊണ്ടുപോയപ്പം അവിടെ ഉള്ള ആൾക്കാരെ കണ്ടപ്പോൾ കുറേ പേർക്ക് നമ്മൾ കൂടുതലും കാണുന്നത് ഓട്ടിസം ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അതൊക്കെ വെച്ച് വയ്ക്കുന്ന നോക്കിയാൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അവര് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ. പക്ഷെ അത് വെച്ച് ഞാൻ ഭാഗ്യവതിയല്ലേ? അതെ 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 തീർച്ചയായിട്ടും. ഇനി ഇപ്പോ +1 ആണ്, ഇനിയിപ്പോ എങ്ങനെ ബാക്കിയുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സ്റ്റഡീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം യാത്രയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എന്നുവെച്ചാൽ ഓട്ടോയിലല്ലാതെ വേറെ ഒന്നിലും പോകാൻ പറ്റത്തില്ല. മാത്രല്ല ഇവിടെ ചെറിയ വഴിയും കൂടിയാണ്, അപ്പം ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് വരെ പോവാൻ വേണ്ടിട്ട്. നമുക്ക് വഴിയും ഇല്ല. എന്നുവെച്ചാൽ ഇത്രയും ദൂരമാണെങ്കിലും ആരെങ്കിലും ഒരാളെ എടുക്കാതെ പറ്റത്തില്ല. ഇത്രയും നാളും രാവിലെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരു ആരെങ്കിലും ഓട്ടോയിൽ കയറ്റും, ഇത്ര എടുത്തുകൊണ്ടാകും. വൈകുന്നേരം അപ്പൂപ്പനാണ് എടുത്ത് ഓട്ടോന്ന് വീട്ടിൽ കൊണ്ട് കയറ്റുന്നത്. അപ്പം അവർക്ക് വയസ്സായത് കൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്നതിലൊരു പരിധി ഉണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു വഴിയും കൂടി കിട്ടാതെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി പാടി തന്നെയാണ് അങ്ങോട്ട്. അപ്പൊ ഇനിയിപ്പോ സ്കൂളുകളിലാണെങ്കിലും അടുത്തുള്ള സ്കൂളുകളിലേക്ക് തന്നെ പോകേണ്ട വരും, അതോ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ? അടുത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. ഇത് അടുത്തുള്ളൊരു സ്കൂളിൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ 2ാമത്തെ നിലയിലാണ്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെ നോക്കാൻ ആള് കാണില്ല അവിടെ. ഞാൻ ഇത്രയും 5 തൊട്ട് 10 വരെ പഠിച്ച പാഴമ്പ സ്കൂളിൽ നമ്മളെ നോക്കാൻ ആളുണ്ടായിരുന്നു. ആൻറ്റി എടുത്ത് ഓട്ടോ വരുമ്പോൾ എടുത്ത് വീൽ ചെയർ എടുത്തിരുത്തി ക്ലാസ്സിൽ കൊണ്ടാക്കി എല്ലാം ചെയ്തൊക്കെ തരുമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചും ആൻറ്റി തന്നെയാണ് ഓട്ടോ വിളിച്ച് വിടുന്നത്. സ്കൂളിൽ നിന്ന് തന്നെ ആളുണ്ടാവും അല്ലേ? നമ്മളെ നോക്കാൻ ആളുണ്ട്. അപ്പൊ ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് ആ ഒരു ബുദ്ധിമുട്ട് ആണ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇനി എന്താ പറയാ, ഇത്രയും നാളും ഉള്ള ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഏതാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാം ഞങ്ങള് അല്ലെ ബുദ്ധിമുട്ട് തോന്നിയാലും ചെയ്ത് തന്നെ തീരുന്നുള്ളൊരു ഇതുണ്ട്. അത് ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ പറയാ, നമ്മളെ പോലുള്ള ആളുകളൊക്കെ എന്താ പറയാ മടി പിടിച്ച് മാറിയിരിക്കുമ്പോഴും സന്ധ്യ ചുറുചുറുക്കോട് കൂടി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ വരെയുള്ള ആളാണ് ഈ ഇരിക്കുന്നത് അല്ലേ? ഒരുപാട് പേര് ഫാൻസ് ഉള്ള ആളാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു ഡ്രീം എന്താ? ഒരു ആർട്ടിസ്റ്റ് ആവണം, പിന്നെ എൻ്റെ അമ്മ അച്ഛനെ സഹായിക്കണം. കാരണം അമ്മ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓട്ടോ ചാർജൊക്കെ നല്ല രീതിയിലാവുന്നുണ്ട്. അപ്പം ചിലത് ഒരാൾ തരുന്നുണ്ടെങ്കിലും നമുക്കൊന്നും അതിനേക്കാളും ഉണ്ട്. അപ്പം പിന്നെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അത് തന്നെയാണ് ആഗ്രഹം. പുറത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായമോ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിൽ കുറച്ചൊരു സഹായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ട്രസ്റ്റ് തന്നെ ഉണ്ട്, നമുക്ക് വീൽ ചെയറൊക്കെ തന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വാഴണ്ട സ്കൂളിൽ അവിടുത്തെ SPC സാറായിരുന്ന ബിജു സാറാണ് എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ തരുന്നത്. സാറ് വീൽ ചെയർ തന്നു. പിന്നെ പഠനോപകരണങ്ങളെല്ലാം ഈ സമയമാകുമ്പം സാറ് കൊണ്ട് തരാറുണ്ട്. സാർ അവിടുത്തെ കോളം SI ആണ്. ഇപ്പൊ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഇപ്പോഴത്തെ പോസ്റ്റ് അറിയില്ല. ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാ? വീട്ടിലിരിക്കുന്ന ദിവസം കേട്ടോ, ഇപ്പൊ വെക്കേഷൻ ആണ്, ആൾ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. എന്നാലും പറ. വീട്ടിൽ ഇരിക്കുമ്പം രാവിലെ എൻ്റെ അമ്മ എല്ലാ കാര്യം ചെയ്തുകൊണ്ട് അമ്മ ജോലിക്ക് പോകും. അപ്പൊ ചിലപ്പം വരയ്ക്കാനുള്ള ഒരു നല്ല മൂഡിൽ ഇരിക്കുന്നെങ്കിൽ അങ്ങ് വരയ്ക്കും. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫോണിലൊക്കെ കണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ളതൊക്കെ നോക്കും. പിന്നെ ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഇടയ്ക്ക് വീഡിയോസ് എടുക്കും. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ജോലിയായിട്ടിരിക്കുന്നത്. ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോസ് എടുക്കും. ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാം. തലേ ദിവസം എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ടോ? നാളെ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല, എല്ലാം അപ്പം വരുന്നതാണ്. അപ്പം വീഡിയോ വരുന്നതാണ് ഞങ്ങൾക്ക് കണ്ടന്റ് അല്ലേ? അതെ.
ഇപ്പൊ സന്ധ്യ സംസാരിക്കുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഒരു മെച്യൂരിറ്റിയോട് കൂടി തന്നെയാണ് സംസാരിക്കണത്. അത് എന്താ പറയാ, ഇത്രയും നാളത്തെ ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തരണം ചെയ്ത് വന്നോണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇങ്ങനെ എന്താ പറയാ, ആളുകളോട് സന്ധ്യക്ക് എന്താ പറയാനുള്ളത്? ആളുകളോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ കുറവ് ആരും ഒരു കുറവായിട്ട് കാണരുത്. കാര്യം ഒരുപാട് പേര് എനിക്കറിയാം ഇതുപോലെ ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റി നിർത്തുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാറ്റി നമ്മളെ മാത്രമല്ല, നമ്മുടെ അമ്മമാരെ ആയാലും അച്ഛന്മാരെ ആയാലും അവരെയും മാറ്റി നിർത്തി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അമ്മമാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ പോലുള്ള നമ്മളെ അമ്മമാർ തന്നെയാണ് നമ്മളടുത്ത്. അപ്പം എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ പോലും അവരെ മാറ്റി നിർത്തുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരുപോലെയാണ്. മനുഷ്യൻ എപ്പോൾ വേണേലും എന്തെങ്കിലും പറ്റാം, നമുക്ക് ഒരു ഇതല്ല. അപ്പം ഇങ്ങനെ ഒരു കുറവുണ്ട് അവരെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കാം എല്ലാവരും. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം. പക്ഷേ ഇപ്പോഴും എല്ലാവരും ഒരുവിധം ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ളവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ മുമ്പ് വലുതായിട്ട് അങ്ങനെയല്ല. ഇപ്പോഴും ചിലവരൊക്കെ കാണാം, എനിക്കറിയത്തില്ല, എന്നാലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ആരെയും മാറ്റി നിർത്തരുത്, എല്ലാവരും ഒത്തൊരുമയോടെ എല്ലാവരും ചേർത്ത് നിർത്താൻ തന്നെയാണ് നോക്കുക. ഇപ്പോൾ ഞാനൊരു കാര്യം പറയണ, കാരണം സന്ധ്യ നന്നായിട്ട് വരയ്ക്കും. ലാലേട്ടനെയൊക്കെ വരച്ച് വെച്ചേക്കണ കാണും. ഇതൊക്കെ ലാലേട്ടൻ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് സന്ധ്യക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അത് മാത്രമല്ല, ആൾക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. ആ ചാനലിന്റെ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് സന്ധ്യാസ് വേൾഡ് എന്നാണ്. എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും വലുത്. സബ്സ്ക്രൈബ് ചെയ്തേക്കാം അല്ലെ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആളുകൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ കാണാം. ഓക്കെ.